നമസ്കാരം. ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തുകാത്തിരുന്ന് സഹികെട്ട് ഒടുവിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള സർവീസ് സംഘടനകൾ പിണറായി ഭരണത്തിനെതിരെ പണിമുടക്ക് സമരത്തിനൊരുങ്ങുകയാണ്. കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് 2025 നടക്കാൻ പോകുന്നത് എന്നർത്ഥം. ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക 22% ഉയരുന്നതാണ് സർവീസ് സംഘടനകളെ സമരത്തിലേക്ക് തള്ളിവിട്ടത്. 2025 ജനുവരി 1 പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കേന്ദ്രം ക്ഷാമബത്ത 3% പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇതോടെയാണ് കേരളത്തിൽ ക്ഷാമബത്ത 22% ഉയരുന്നത്. 2024 അനുവദിച്ച 3% ക്ഷാമബത്തയാണ് ജീവനക്കാർക്ക് അവസാനമായി ലഭിച്ചത്. അതാകട്ടെ 2021 ജൂലൈ മാസം മുതൽ ലഭിക്കേണ്ടതാണ്. ഇതുൾപ്പെടെ ജീവനക്കാർക്ക് ആകെ 12% ക്ഷാമബത്തയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. 2022 ജനുവരി, 2022 ജൂലൈ, 2023 ജനുവരി, 2023 ജൂലൈ, 2024 ജനുവരി, 24 ജൂലൈ എന്നീ മാസങ്ങളിലെ 6 ഗഡു ക്ഷാമബത്ത ഇനിയും ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട്. 2025 ജനുവരിയിലേത് കൂടിയാകുമ്പോൾ ക്ഷാമബത്ത കുടിശ്ശിക 7 ഗഡുക്കളായി ഉയരും. 2025 ജനുവരി 1 പ്രാബല്യത്തിലാകെ 34% ലഭിക്കേണ്ട സ്ഥാനത്ത് ജീവനക്കാർക്ക് വെറും 12% മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. 2021 പ്രഖ്യാപിച്ച ക്ഷാമബത്തയ്ക്ക് അതുവരെയുള്ള കുടിശ്ശിക KN ബാലഗോപാൽ അനുവദിച്ചിരുന്നില്ല. ക്ഷാമബത്തയോടൊപ്പം കുടിശ്ശിക അനുവദിക്കാത്തത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു. ഒന്നും രണ്ടുമല്ല, 78 മാസത്തെ കുടിശ്ശികയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത്. 23,000 അടിസ്ഥാന ശമ്പളമുള്ള ഓഫീസ് അറ്റൻഡറിന് 1,32,940 രൂപയാണ് ഈ നടപടിയിലൂടെ നഷ്ടപ്പെട്ടത്. ക്ലാസ് 4 ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു നഷ്ടമാണ്. പ്രതിമാസം 4,370 രൂപയുടെ ശമ്പള നഷ്ടമാണ് 19% ക്ഷാമബത്ത കുടിശ്ശിക മൂലം ഓഫീസ് അറ്റൻഡറിന് ഉണ്ടാകുന്നത്. അടിസ്ഥാന ശമ്പളം ഉയരുന്നതനുസരിച്ച് നഷ്ടത്തിന്റെ തോത് ഉയരും എന്നതുകൊണ്ട് താരതമ്യേന മെച്ചപ്പെട്ട ശമ്പളമുള്ളവർക്കും കുടിശ്ശിക വരുത്തുന്ന നഷ്ടം വലുതാണ്. ആനുകൂല്യങ്ങൾ നിഷേധിച്ച സർക്കാർ നിലപാടിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും പണിമുടക്ക് പ്രഖ്യാപിച്ച അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് 2025. ജനുവരി 22 CPI സർവീസ് സംഘടനകളും കോൺഗ്രസ് സംഘടനകളും പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ കുടിശ്ശികയുടെ 50% കൊടുക്കാൻ തന്നെ കോടികൾ വേണ്ടിവരും. സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യപാദം പിന്നിടാൻ കടമെടുക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് സംസ്ഥാന സർക്കാർ. 7 മാസമായി ക്ഷേമ പെൻഷനും കുടിശ്ശികയാണ്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ അത് കൊടുക്കാനായിട്ടില്ല. അത്യന്തം ഭീകരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന ഗവൺമെന്റിന് കൂനിന്മേൽ കുരു എന്ന മട്ടിലാണ് സർക്കാർ ജീവനക്കാരുടെ പ്രഖ്യാപിത സമരം അനുഭവപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രത്തിന് സമർപ്പിച്ച അപേക്ഷയിലാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ ഏക പ്രതീക്ഷ. ആ പ്രതീക്ഷ പൂവണിയുമോ എന്ന് കാത്തിരുന്നു കാണാം.